അവരിപ്പം യൂസഫലി സാറ് കഴിഞ്ഞ ആഴ്ച അവിടെ ചെന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ. അന്നേരം അവിടുത്തെ അമ്മ ചോദിച്ചായിരുന്നു, ഉമ്മൻചാണ്ടി സാറിന്റെ വൈഫ് ചോദിച്ചായിരുന്നു, എന്തായി ഞങ്ങൾ സുപ്രിയയുടെ കാര്യം ചോദിച്ചായിരുന്നു. നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളുടെ പ്രിയങ്കരനാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. ഗൾഫ് രാജ്യങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായമായും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായും അദ്ദേഹം മുന്നിൽ തന്നെയുണ്ട്. ഇതുതന്നെയാണ് അദ്ദേഹം പ്രവാസികളുടെ മനസ്സിൽ ഇടം പിടിക്കാൻ കാരണമായതും. പ്രവാസികളുടെ മാത്രമല്ല, മറ്റ് രാജ്യങ്ങളിൽ നിയമക്കുരുക്കിലകപ്പെട്ട് കഴിയുന്നവർക്കും അദ്ദേഹത്തിന്റെ ഇടപെടൽ ആശ്വാസമായിട്ടുണ്ട്. അത്തരത്തിൽ നിയമക്കുരുക്കിലകപ്പെട്ട് മറ്റ് രാജ്യങ്ങളിൽ കഴിയുന്നവരുടെ മോചനത്തിനായി അദ്ദേഹത്തെ പലരും സമീപിക്കാറുമുണ്ട്. അത്തരത്തിൽ അദ്ദേഹത്തിന്റെ മുന്നിലെത്തിയ വിഷയമായിരുന്നു നിമിഷപ്രിയയുടെ മോചനം. യമൻകാരനായ തലാൽ അബ്ദു മഹദിയെ കൊലപ്പെടുത്തി വീട്ടിലെ വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ച കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സനായിലെ ജയിലിൽ കഴിയുകയാണ് നിമിഷ. നിമിഷയുടെ മോചനത്തിനായി പരിശ്രമിക്കുമെന്ന് MA യൂസഫ് അലി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്ന കാര്യമാണ്. ദയാധനം നൽകി നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള നടപടികൾ ഇനിയും എങ്ങും എത്തിയിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ അദ്ദേഹത്തെ പോലെ തന്നെ നിമിഷപ്രിയയുടെ മോചനത്തിനായി മരണം വരെ പ്രവർത്തിച്ച രാഷ്ട്രീയ നേതാവായിരുന്നു അടുത്തിടെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. രോഗശയ്യയിൽ പോലും അദ്ദേഹം ഇക്കാര്യത്തെക്കുറിച്ച് തിരക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ കല്ലറ സന്ദർശിക്കാൻ MA യൂസഫ് അലി കോട്ടയത്തെ പുതുപ്പള്ളിയിൽ എത്തുകയും കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്ത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സഹധർമ്മിണി MA യൂസഫ് അലിയോട് നിമിഷപ്രിയയുടെ കാര്യത്തെപ്പറ്റി തിരക്കിയിരുന്നുവെന്ന് നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി തോമസ് പ്രവാസി മലയാളിയോട് പറഞ്ഞു. അദ്ദേഹം ഈ വിഷയത്തിൽ എന്നാണ് പ്രതികരിച്ചത് എന്നൊന്നും വ്യക്തമല്ല. എന്തായാലും അദ്ദേഹം ഇതിൽ പ്രതികരണം നടത്തിയിട്ടുണ്ട്. നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള നടപടികൾ ഇതോടുകൂടി അതിവേഗത്തിൽ തന്നെ പുരോഗമിക്കും എന്ന സൂചന കൂടിയാണ് പുറത്തുവരുന്നത്. നിമിഷപ്രിയയുടെ ഭർത്താവ് നമ്മളോട് പ്രതികരിച്ചത് കേൾക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കുറച്ചാൾ മുമ്പ് V മുരളീധരൻ സാർ ഒരു പത്രസമ്മേളനം വരെ നടത്തിയായിരുന്നല്ലോ ഉമ്മൻചാണ്ടി സാറിനെ കാണാൻ പോയപ്പോ ബാംഗ്ലൂര്. അതിനെപ്പറ്റി എന്നോട് ചോദിച്ചായിരുന്നു. ഞാൻ എന്റെ കൃത്യമായിട്ടുള്ള ആൻസർ തന്നിരുന്നു. ഞാനിപ്പോ പുതുപ്പള്ളി വന്നായിരുന്നു, മരിച്ചെടുക്കിന് വന്നായിരുന്നു, ഞാൻ റീത്തെ കൊണ്ടുവച്ചായിരുന്നു. നമ്മളിപ്പോ ഉമ്മൻചാണ്ടി സാർ മരിച്ചെന്ന് പറഞ്ഞാൽ അത് ഞാൻ കാണിക്കുന്നത് നന്ദിയാണ്. കാരണം വെച്ചാൽ അത് ഉള്ളതുമല്ല. നമുക്ക് ഒരാൾ ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉപകാരം ചെയ്തു തന്നെ അന്തസ്സോട് പറയാനുള്ള ധൈര്യമുള്ള ആളാണ്. അതാണ് അതിന്റെ മഹിമ ഞാൻ പഠിച്ചേക്കുന്നത്. മകന്റെ ഇലക്ഷനും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നു. അവരിപ്പം യൂസഫലി സാറ് കഴിഞ്ഞ ആഴ്ച അവിടെ ചെന്നിട്ടുണ്ടായിരുന്നല്ലോ. അന്നേരം അവിടുത്തെ അമ്മ ചോദിച്ചായിരുന്നു, ഉമ്മൻചാണ്ടി സാറിന്റെ വൈഫ് ചോദിച്ചായിരുന്നു, എന്തായി ഞങ്ങൾ സുപ്രിയയുടെ കാര്യം ചോദിച്ചായിരുന്നു. അതുകൂടാതെ തന്നെ ഉമ്മൻചാണ്ടി സാറിന്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നിമിഷയുടെ കാര്യം. കഴിഞ്ഞ വ്യാഴാഴ്ച പേപ്പറിലുണ്ടായിരുന്നു, മനോരമയിലുണ്ടായിരുന്നത്. അപ്പൊ ഉമ്മൻചാണ്ടി സാറിന്റെ ഡയറി 100% ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ വെച്ച് നോക്കുമ്പോൾ ഉമ്മൻചാണ്ടി സാർ മുഖാന്തരമാണ് വിദേശകാര്യ സഹമന്ത്രിയെ വിളിച്ചു വരുത്തി ഞങ്ങളോടൊപ്പം തന്നെ നിയമസഭ കൂടുന്ന സമയത്ത് പുറത്തു വന്ന് 3 മണിക്കൂറിനുള്ളിൽ പേഴ്സണലായിട്ട് കാണണം, കണ്ടേ പറ്റൂ, അർജന്റ് കാര്യമാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളോടൊപ്പം തന്നെ കൂടെ വന്നിട്ട് മറ്റേ വിദേശകാര്യമന്ത്രിയുടെ V മുരളീധരൻ സാറിന്റെ ഗസ്റ്റ് ഹൗസിൽ പോയിട്ട് ഞങ്ങൾ കണ്ടത്. ഞങ്ങളോടൊപ്പം വന്ന ആളാ. അന്ന് അത്ര പ്യൂറായിട്ട് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് ധരിപ്പിച്ചേക്കാം. അന്ന് അത് ഏറ്റെടുത്ത്. അതുകൊണ്ടാലോ യൂസഫലി സാർ അതിനുശേഷം ഏറ്റെടുത്തതിന് ശേഷം യൂസഫലി സാർ ചെന്നാലും ചോദിക്കും, മറ്റേ മുരളീധരൻ സാർ ചെന്നാലും ചോദിക്കും എന്തായി എന്താ. അങ്ങനെ അത് ചോദിച്ചിട്ട് അതിന്റെ ഒരു പത്രസമ്മേളനം തന്നെ ഇയാള് പറഞ്ഞിട്ടുണ്ട്, മറ്റേ മുരളീധരൻ സാറ്. മറ്റത് പേഴ്സണൽ പറയുന്നല്ലേ, ഇത് പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അങ്ങനെ പറഞ്ഞിട്ടാലോ നിങ്ങൾ എന്നെ വിളിച്ചിരുന്നു. അപ്പം ഉമ്മൻചാണ്ടി സാറിന്റെ നല്ലൊരു അതാണ് ഞങ്ങളുടെ ഒരു ഇന്നവരെയായിട്ടുള്ള, അതായത് വിദേശകാര്യ മന്ത്രാലയമായിട്ടൊക്കെ ബന്ധപ്പെടാറൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക്. അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ കിട്ടിയപ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസം. അതുകൊണ്ടാണ് ഞാൻ കാശില്ലാഞ്ഞിട്ട് പോലും കടവും മേടിച്ച് 5000 രൂപ മേടിച്ചിട്ട് വണ്ടി എടുത്ത് അമ്മയ്ക്ക് വയ്യ, കൊച്ചിന് പനിയായിട്ട് ആശുപത്രിയിലായിരുന്നു. ഞാൻ ബലമായിട്ട് തന്നെ ഡോക്ടറെ കൊണ്ട് ട്രിപ്പ് പിടിച്ചാൽ ഞാൻ പോയി ആ കൊച്ചിനെ കൂട്ടിക്കണം. ഞങ്ങൾ എല്ലാവരും കൂടി പോയി ഒരു റീത്തും വെച്ച് കാണാനൊക്കെ ഞങ്ങൾക്ക് സാധിച്ചതൊക്കെ. ഇനി ഞങ്ങൾ അടുത്ത ആഴ്ച ഒന്ന് പോകുന്നുണ്ട്. അപ്പൊ വീട്ടുകാരൊന്നും കാണാനോ പറയാനൊന്നും പറ്റില്ല. കാരണം അവരും ഞങ്ങളൊരു പങ്കാളിയാണ്. കാരണം വെച്ചാൽ എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് അവരൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരും ഇടപെടുന്നവരും. ഉമ്മൻചാണ്ടി സാറിന്റെ ബാക്കി ചേച്ചിയും വൈഫും ചാണ്ടുമ്മയും അവരെല്ലാം ഇതിനു വേണ്ടി ചോദിക്കുന്നുണ്ട്. അവര് യൂസഫലി സാർ ചെന്നപ്പോഴും ചോദിച്ചിട്ടുണ്ട്, എന്തായി ഞങ്ങളുടെ നിമിഷപ്രിയയുടെ കാര്യം എന്ന് കഴിഞ്ഞ ആഴ്ച ചെന്നപ്പോൾ ചോദിച്ചിട്ടുണ്ട്. അടക്കിന് പോകാൻ പറ്റിയില്ലായിരുന്നു യൂസഫലി സാറിന്, അതുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ അയാളുടെ ഡയറി പുറത്ത് വന്നിട്ടുണ്ട്. പിന്നെ നിമിഷപ്രിയയുടെ കാര്യമുണ്ട്. അപ്പൊ പിന്നെ അതിന്റെ അകത്ത് എന്തോരം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഉമ്മൻചാണ്ടി സാർ, എന്തോ റിസ്ക് എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായില്ലേ. അപ്പൊ അടുത്ത ആഴ്ച ഞങ്ങൾ പോകുന്നുണ്ട്.